എല്ലാവർക്കും Platters മലയാളത്തിലേക്ക് സ്വാഗതം. ദേ നോക്കിയേ, നല്ല വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയ തേങ്ങാക്കൊത്തിട്ട ബീഫ് റോസ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. അപ്പോൾ വാചകടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ മീറ്റ് വെച്ചാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. ഇതിലുണ്ടായിരുന്ന ഫാറ്റ് ഉണ്ടല്ലോ, വൈറ്റ് കളർ പോർഷൻ, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പീസസാണ് ഇത്. ഇനി നമുക്ക് ഈ പീസസിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നിയാലും നമുക്ക് ഈ റോസ്റ്റ് ചെയ്യാൻ നേരത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 മുതൽ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഈ കുരുമുളക് പൊടി നമ്മളെ ചുവന്ന മുളക് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ വലുതെന്ന് പറഞ്ഞാൽ വലിയ ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, അത് നിറച്ചെടുക്കണോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ മല്ലിപ്പൊടിക്ക് പകരം മീറ്റ് മസാല ആയാലും ചേർത്ത് കൊടുക്കാം, രണ്ടും നല്ല ടേസ്റ്റാണ്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഏത് മുളക് പൊടിയായാലും എടുക്കാം കേട്ടോ, ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കണം ഒരു കളറിന് വേണ്ടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ ലൈം ജ്യൂസ് ആയാലും മതി. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലോ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ നേരത്ത് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മസാലയൊക്കെ ബീഫിൽ നന്നായി പിടിക്കാൻ വേണ്ടി നമുക്കിതിന് 1 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതിനൊന്ന് എടുത്ത് വേവിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ കുക്കറിലിട്ടാണ് വേവിക്കാൻ പോണത്. ബീഫ് കുക്കറിലിട്ടതിന് ശേഷം നമുക്ക് അതിന് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ശരിക്കും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എന്താ വെച്ചാൽ ബീഫിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ട്, ഇനി പടി പിടിക്കണ്ടല്ലോ എന്ന് വെച്ച് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തേ ഉള്ളൂ, പേരിന് മാത്രം. ഇനി ഈ ബീഫ് ഒന്ന് വെന്ത് വരാൻ പലർക്കും പല സമയം എടുക്കും കേട്ടോ. എനിക്ക് സ്ഥിരമായിട്ട് ഒരു 8 തൊട്ട് 10 വിസിൽ വരെ എടുക്കാറുണ്ട്. ഇനി നമ്മൾ ബീഫ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. വെറുതെ ബീഫ് വേവണ് നോക്കി നമുക്ക് നമ്മളുടെ സമയം കളയണ്ടല്ലോ അല്ലേ. അപ്പോൾ ബീഫൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കട്ടിയുള്ള പാത്രം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കടുക് ഇഷ്ടമാണെങ്കിൽ കടുകായാലും ചേർത്തോട്ടോ. എനിക്ക് കടുക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പെരിഞ്ജീരകം ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഈ തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് ഒരു കാരണവശാലും ഒഴിവാക്കരുത് കേട്ടോ. ഈ ബീഫ് റോസ്റ്റും ബീഫ് വഴറ്റിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് എന്തായാലും വേണം. ഈ തേങ്ങാക്കൊത്തിൻ്റെ വൈറ്റ് കളറൊക്കെ മാറിയിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതേ ഇപ്പോൾ ഒരുവിധം കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഫ്രഷ് ആയിട്ട് ചതച്ചെടുത്താൽ കേട്ടോ. ഫ്രഷ് ആയിട്ട് ചതക്കണേനാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ, ഫ്ലേവറും. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നീളത്തിലായാലും അറിയാം കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡിഡിഡിഡിഡിന്ന് അല്ലെങ്കിൽ മെഷീൻ ഗണ്ണിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയുടെ ബോർഡറിൻ്റെ അടുത്താണ് താമസിക്കണമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതെൻ്റെ മോൻ മൊബൈലിൽ ഷൂട്ടിംഗ് ഗെയിം കളിക്കുന്നതാണ്. ഞാൻ പരമാവധി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കളയാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാലും കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അത് ശ്രദ്ധിക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കിലോ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നിങ്ങൾക്ക് തൊലി കളയാൻ മടി ഉണ്ടെങ്കിൽ സവാളയായാലും ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയുള്ളിക്കാണ് ടേസ്റ്റ്. റഫായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ചെറിയുള്ളി നമുക്കൊന്ന് കളർ മാറണ വരെ, ഒരു ട്രാൻസ്ലൂസൻ്റ് ആവണ വരെ വഴറ്റിയെടുക്കാം. എന്താ വെച്ചാൽ കൂടുതൽ ഡാർക്ക് ആക്കിയാൽ നമ്മൾ എന്തായാലും ബീഫിനെ കുറേ നേരമായിട്ട് വഴറ്റാൻ പോകുന്നുണ്ട്, കുറേ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയുള്ളിനെ നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് ആക്കിയാൽ ബീഫിൻ്റെ കൂടെ കിടന്ന് ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ഉള്ളി ഒന്ന് ഇവിടെ കിടന്ന് ആവട്ടെ. നമുക്ക് ഇനി നമ്മുടെ ബീഫ് നോക്കാം. ഞാൻ 8 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഒരെണ്ണം എടുത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആഹാ, നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് കണ്ട, ഹായ്, നല്ലോണം വെന്തുണ്ട്. അപ്പോൾ ഈ സംഭവം ക്ലിയർ. ഇനി നമ്മൾ ബാക്ക് ടു ഉള്ളി വഴറ്റൽ. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഒരുവിധം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ബീഫിൻ്റെ വെള്ളത്തോട് കൂടി ഇടണം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഊറ്റി കളയാം. ഈ ബീഫിൻ്റെ വെള്ളം ഞാൻ ഇതിൽ വെച്ച് തന്നെ ഞാൻ വറ്റിച്ചെടുക്കാൻ പോവാം. ഈ വെള്ളം ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുത്താണ്ടല്ലോ, നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഈ ബീഫ് ഓഫാക്കാം. നമുക്കിപ്പോൾ ചാറോട് കൂടിയാൽ വേണമെങ്കിൽ ചാറോട് കൂടി തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം ഓഫാക്കി എടുക്കാം. അല്ലെങ്കിൽ കൂടുതൽ നേരം വഴറ്റണമെങ്കിൽ അത് വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്ക് കുറേ നേരം ഇട്ട് വറ്റിക്കൊണ്ടിരിക്കാം. ഞാനിതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഡാർക്ക് കളർ ആക്കാൻ പോണേ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണമെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കും കേട്ടോ. എന്നിട്ട് വെള്ളം വറ്റിയതിന് ശേഷം മാത്രം അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ സ്റ്റേജ് 1. ഞാൻ ബീഫിൻ്റെ ഓരോരോ സ്റ്റേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് സ്റ്റേജ് 2. ഇതിപ്പോൾ നമ്മളെ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി ഇതിനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിന് സ്റ്റേജ് 3. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചാറോട് കൂടിയാണ് ഈ ബീഫ് കഴിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ നമ്മൾ ബീഫ് ഇട്ടതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ എനിക്ക് എരിവ് ഇഷ്ടമാട്ടോ, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാൻ പോകുന്നു. പിന്നെ കളർ കിട്ടാനും നല്ലതാണ്. എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഈ നോൺ വെജ് ആയ എരിവും പുളിയൊക്കെ വേണമെന്ന്. അല്ലാണ്ട് എന്ത് നോൺ വെജ് കഴിച്ചു എന്ന് തോന്നണ്ടേ, ശരിയല്ലേ?
ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ പിന്നെ ഈ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഓരോ ബീഫ് കഷ്ണം എടുത്ത് ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോരാത്തതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ, ഉപ്പും എരിവൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. ഇത് വഴറ്റി നമ്മൾ സ്റ്റേജ് 4 എത്തിയിട്ടോ. ഇനി ഈ സ്റ്റേജിൽ ഒരു ബീഫ് എടുത്ത് നമ്മൾ കഴിച്ചു നോക്കണ്ടേ? ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് കൊതിയാവണില്ലല്ലോ അല്ലേ? ഈ നല്ല പൂ പോലത്തെ ബീഫാട്ടോ ഇപ്പോൾ. പക്ഷെ ഇത് കുറേ നേരമായിട്ട് നമ്മൾ വഴറ്റുമ്പോണ്ടല്ലോ അത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നിർത്താം. പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറായിട്ടുണ്ട്. ഇനി സൈഡിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഒന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ സ്റ്റേജ് 5. ബീഫ് നമ്മൾ നല്ല ഡാർക്കായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയോ ഉപ്പോ വിനാഗിരിയോ നാരങ്ങ നീരോ. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ലാസ്റ്റ് സ്റ്റേജായ സ്റ്റേജ് 6 എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട കളറും ടെക്സ്ചറും. ഇനി നമുക്ക് ഇതിനൊന്ന് സെർവ് ചെയ്യാം. ഇനി ഞാൻ ഈ ബീഫ് റോസ്റ്റ് എൻജോയ് ചെയ്യാൻ പോണത് നല്ല ഹോം മെയ്ഡ് പൊറോട്ട ആയിട്ട് കേട്ടോ. കണ്ടാ നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ബീഫ് റോസ്റ്റും കൂട്ടി ഒരു നല്ല അടിക്കിനിപ്പോൾ ഞാൻ ഇത് കണ്ടോട്ടാ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വീഡിയോ ആക്കി ഇടാം കേട്ടോ. ഞാൻ ഇതൊരു വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെ. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ പൊറോട്ട കേട്ടോ. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഉടനെ ഇടാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പി കാണാൻ താല്പര്യമുള്ളവരും പിന്നെ നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് അടിക്കുക. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സ് വഴി എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ.